ആഗോള മലയാളി കൂട്ടായ്മയായ വേൾഡ് മലയാളി കൗൺസിൽ കേരള കൗൺസിലിന്റെ ബൈനൽ കോൺഫറൻസും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും എറണാകുളം ബീച്ച് ഹോട്ടലിൽ വെച്ച് നടന്നു. ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ നിർവഹിച്ചു. വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ പ്രൊവിൻസ് പ്രസിഡന്റ് ജോൺ മത്തായിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രമുഖരും കൗൺസിൽ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡൻ്റാണ്. എൻ്റെ പേര് ജോൺ മത്തായി. വേൾഡ് മലയാളി കൗൺസിൽ കേരള കൗൺസിലിൻ്റെ ബൈനൽ കോൺഫറൻസും അവരുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന പരിപാടിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങളെല്ലാം അതിനാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വേൾഡ് മലയാളി കൗൺസിൽ ലോകമെമ്പാടുമുള്ള മലയാളികളെ 6 റീജിയനായി, അതായത് അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഫാർ ഈസ്റ്റ്, ഓസ്ട്രേലിയ, ഇന്ത്യ എന്നീ 6 റീജിയനായി തിരിച്ചിട്ട് മൾട്ടിപ്പിൾ പ്രൊവിൻസുകൾ അതിൻ്റെ കീഴിൽ വെച്ചിട്ട് പ്രവർത്തനം പ്രൊവിൻസുകളിലാണ് നടക്കുന്നത്. അങ്ങനെ സ്വദേശ മലയാളികൾക്കും വിദേശ മലയാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് വെച്ചാൽ അത് പ്രൊമോട്ട് ചെയ്യാനും എല്ലാം കൂടിയുള്ള ഒരു സൗകര്യമാണ് വേൾഡ് മലയാളി കൗൺസിൽ. ഒരുപാട് ചാരിറ്റി വർക്കുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി ചെയ്തത് അവിടെ കോന്നിയിൽ ഗാന്ധി ഭവനിൽ വെച്ചിട്ട് 50 യങ്സ്റ്റേഴ്സിൻ്റെ വിവാഹം ഫ്രീ ഓഫ് കോസ്റ്റ് വേൾഡ് മലയാളി കൗൺസിൽ ചെയ്യുകയുണ്ടായി. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാരിറ്റി അവാർഡ്. ഞാൻ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറിയാണ് ക്രിസ്റ്റഫർ വർഗീസ്. ഇന്നിവിടെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ കീഴിൽ വരുന്ന കേരള കൗൺസിലിൻ്റെ ബൈനിയൽ കോൺഫറൻസ്, 2 വർഷത്തിൽ നടക്കുന്ന കോൺഫറൻസാണ്. പുതിയ ഭാരവാഹികൾ തിരഞ്ഞെടുക്കുക, കഴിഞ്ഞ കാലത്ത് പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കാൻ തുടങ്ങിയ ചടങ്ങുകളാണ് നടക്കുന്നത്. ഇവിടെ കേന്ദ്രമന്ത്രി ആണിന്നിവിടെ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ബിഷപ്പും ജഡ്ജും ഉൾപ്പെടെയുള്ള വലിയ പ്രമുഖരായ വ്യക്തികളാണ് ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കുന്നത്. ഇന്ന് ഇവിടെ നമ്മൾ 25 ഡസ്റ്റ്ബിൻസ്, നമ്മുടെ സസ്റ്റൈനബിലിറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായി 25 ഡസ്റ്റ്ബിൻസ് റാന്നി പഞ്ചായത്തിൽ കൊടുക്കുന്നു. റാന്നി പഞ്ചായത്താണ് ഏറ്റവും വൃത്തിയുള്ള പഞ്ചായത്തായിട്ട് കേരള സർക്കാർ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഒരു പുതിയ ഡ്രൈവിന് കൂടെ വേൾഡ് മലയാളി കൗൺസിൽ തുടക്കമിടുകയാണ്. ക്യാൻസർ അവയർനെസ്സിൻ്റെ ഒരു പ്രോഗ്രാം, അതുകൊണ്ട് ഡ്രഗ്സിനെതിരെയുള്ള ഒരു പ്രോഗ്രാം, ഇന്ന് 2 പരിപാടികളും നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. അതുകൂടാതെ തന്നെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ നിരവധിയായ പരിപാടികൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിലുള്ള മലയാളികൾക്ക് ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ പോകുമ്പോൾ നൽകി വരുന്ന അസിസ്റ്റൻസ് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേര് മരണമടയുകയും വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികൾ, അതുപോലെ ജോലി അന്വേഷിച്ച് പോകുന്നവർ, അല്ലാതെ തന്നെ യാത്രയിൽ പോയി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കെല്ലാം ലോകത്തിൽ എവിടെയായിരുന്നാലും വേൾഡ് മലയാളി കൗൺസിലിൻ്റെ കൈത്താങ്ങുണ്ടായിരിക്കും. ഇത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അതുകൊണ്ട് കേരളത്തിനകത്തുള്ള മലയാളികൾക്ക് വിദേശത്ത് എന്താവശ്യത്തിനും ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ഓർഗനൈസേഷനാണ് വേൾഡ് മലയാളി കൗൺസിൽ. 1995 ജൂലൈ 3 അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ. ആഗോളതലത്തിൽ മലയാളികളെ ഏകോപിപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്യുക എന്നതാണ് വേൾഡ് മലയാളി കൗൺസിലിന്റെ പ്രധാന ലക്ഷ്യം. വേൾഡ് മലയാളി കൗൺസിൽ നടത്തുന്ന 15ാമത് ബൈനിയൽ ഗ്ലോബൽ കോൺഫറൻസ് ഓഗസ്റ്റ് 21 മുതൽ 24 വരെ തീയതികളിൽ ഡാലസിൽ നടക്കും. 4TV ന്യൂസ്, കൊച്ചി.